നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഈ ആഴ്ച എന്ന വിഷയമാണ്. വാരഫലമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇവിടെ വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് 1201 തുലാമാസം 1-ാം തീയതി ശനിയാഴ്ച, അതായത് 2025 ഒക്ടോബർ മാസം 18-ാം തീയതി മുതലുള്ള ഒരു വാരക്കാലത്തെ ഫലമാണ്. ഈ വാരത്തിൻ്റെ പ്രത്യേകതകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. ഈ വാരത്തിലാണ് പ്രധാനമായും 2 ഗ്രഹങ്ങളുടെ ചരവശാലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഒന്ന് ആദിത്യനാണ്. പ്രഭാവകാരകനായ ആദിത്യൻ തുലാമാസം 1-ാം തീയതി നീചത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അപ്രകാരം മറ്റൊരു മഹത്കാര്യം സംഭവിക്കുന്നത് തുലാമാസം 1-ാം തീയതി വ്യാഴം കർക്കിടകത്തിലേക്ക് വരികയാണ്. വ്യാഴം തൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത് തൻ്റെ ശത്രുക്ഷേത്രമായ മിഥുനത്തിലാണ്. അതിനാൽ ഒരു ഗ്രഹത്തിന് നീചസ്ഥിതി, മറ്റൊരു ഗ്രഹത്തിന് ഉച്ചസ്ഥിതി, ഇങ്ങനെയൊക്കെയാണ് ജ്യോതിഷത്തിൽ ഉണ്ടാവുക. പക്ഷേ പലപ്പോഴും ദൈവാധീനം നാം ചിന്തിക്കുന്നത് വ്യാഴത്തെ കൊണ്ടാണ്. ഒരു ജ്യോതിഷ കവിടി നിരത്തുമ്പോൾ വ്യാഴത്തിൻ്റെ ഇഷ്ടസ്ഥിതിക്കനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ ദൈവാധീനമൊക്കെ നാം ചിന്തിക്കുന്നത്. സർവ്വ ഈശ്വരാണം സാന്നിധ്യം, എല്ലാ ഗ്രഹങ്ങളുടെയും സാന്നിധ്യമുള്ള ഗ്രഹമാകുന്നു വ്യാഴം. വ്യാഴം ഇഷ്ടസ്ഥനാണെങ്കിൽ എല്ലാ ഗ്രഹങ്ങളും ഇഷ്ടസ്ഥനാണെന്ന് നാം പറയും. ഏതായാലും ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക. നാം ചർച്ച ചെയ്യുന്നത് മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഈ വാരത്തിൽ തുലാം രാശിയിൽ എല്ലാ ഗ്രഹങ്ങളും ഒന്നിച്ചു നിൽക്കുന്നുണ്ട്. സൂര്യനും ചൊവ്വയും ബുധനും. 5-ാം ഭാവത്തിൽ രാഹു, 6-ൽ മീനത്തിൽ ശനി, 10-ാം ഭാവത്തിൽ വ്യാഴം ഉച്ചസ്ഥനായി കർക്കിടകത്തിൽ, 11-ാം ഭാവത്തിൽ ചന്ദ്രൻ, കേതു, 12-ാം ഭാവത്തിൽ ശുക്രൻ. ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് എല്ലാ പാവഗ്രഹങ്ങളും സൂര്യനും ചൊവ്വയും ലഗ്നത്തിൽ നിൽക്കുന്നു, ശനി 6-ൽ നിൽക്കുന്നു. പാവഗ്രഹങ്ങളുടെ ഒരു അഴിഞ്ഞാട്ടമാണ് ഇന്ന് തുലാം രാശിയിൽ. പിന്നീട് നാം മനസ്സിലാക്കേണ്ടത് ലഗ്നാധിപനായ ശുക്രനാകട്ടെ നീചസ്ഥനായി 12-ൽ നിൽക്കുന്നു. ഇവിടെ വിവേകത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. പല കാര്യങ്ങൾക്കും എടുത്തു ചാടി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി കളയും തുലാം രാശിക്കാർക്ക് 12-ൽ നിൽക്കുന്ന ശുക്രൻ. കഥാപ്യേതി വിത്തം വിലീയത നിത്യം. എപ്പോഴെങ്കിലും കാശ് കിട്ടും, പലപ്പോഴും ധനം നഷ്ടപ്പെടും. പലപ്പോഴും ഏതെങ്കിലും ചില സ്കീമുകളിലോ അല്ലെങ്കിൽ പൈസ ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞ് നമ്മെ പറ്റിക്കുന്ന ആളുകൾ നമുക്ക് തൽക്കാലം 10,000 25,000 1 ലക്ഷം നിക്ഷേപിച്ചാൽ 10,000 25,000 ലാഭം കാണിച്ചു തന്ന് അത് അവസാനം ലക്ഷക്കണക്കിനോ കോടിക്കണക്കിനോ രൂപയുടെ നാശത്തിലേക്ക് പോകുന്ന വാരമാണ്. ഗാംബ്ലേഴ്സ് വളരെ ശ്രദ്ധിക്കുക. ഊഹക്കച്ചവടക്കാരും വളരെ ശ്രദ്ധിക്കണം. സ്ഥിതോ ദ്വാദശേ കേളിസൽ കർമ്മശർമ്മ ഗുണാനാംജ കീർത്തേഹ ക്ഷയം മിത്രവൈരം. സൗഹൃദങ്ങൾ തകർന്നു പോകും. മിത്രങ്ങളുമായി വൈരമുണ്ടാകും. തൻ്റെ ഗുണങ്ങൾക്കും കീർത്തിക്കും മങ്ങലുണ്ടാകാം, ഉയർച്ചയും ഉണ്ടാകാം. പക്ഷേ ഉയർച്ചയെക്കാളും താഴ്ചയാണ് ഇവിടെ ഉണ്ടാവുക. കാരണം ഗ്രഹം നീചസ്ഥനാണ്. ജനാനാം വിരോധം സദാസവ് കരോതി. ജനങ്ങളുമായി വിരോധം ഉണ്ടാവുന്ന സമയമാണ്. വളരെയധികം ഫാമിലി ഇഷ്യൂസ് വരും ഈ ഒരു വാരം. ശുക്രൻ 12-ലാണ്, ലഗ്നത്തിൽ സൂര്യനാണ്. തനുസ്തോരവിസ് തുങ്കേഷ്ഠിംബദത്തെ മനസ്സന്ധിഭേ ധാരാദായാതവർഗാൽ. ഭാര്യ അവരുടെ ബന്ധുക്കളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ വലിയ തർക്കങ്ങളുണ്ടാകാം. പലപ്പോഴും വിവാഹ വിഷയത്തിലേക്ക് കോംപ്രമൈസ് ചെയ്യുമ്പോൾ പൊട്ടിത്തെറികൾ ഉണ്ടാകാം. അതിനാൽ സംയമനം പാലിക്കേണ്ടത് നിർബന്ധമാണ്. ഇവിടെ സൂര്യനും ചൊവ്വയുമാണ്. പലപ്പോഴും നമ്മെ ഈഗോ ഭരിക്കും. താൻ വലിയ ആളാണെന്ന് ധരിച്ച് മറ്റുള്ളവരോട് തട്ടിക്കയറി സംസാരിക്കുന്ന സ്വഭാവങ്ങളൊക്കെ തുലാം രാശിക്കാർ വളരെയധികം പ്രകടിപ്പിക്കും. സ്വതവേ തുലാം രാശിക്കാർ എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്നവരാണ്. ദേവബ്രാഹ്മണ സാധു പൂജന രഥ. ദേവനെയും ബ്രാഹ്മണനെയും സജ്ജനങ്ങളെയും പൂജിക്കുന്നവരാണ്. ഇവിടെ അധ്യാപക മേഖലയുമായി ബന്ധപ്പെടുന്നവർക്ക് പലപ്പോഴും നല്ല സമയമാണ്. നല്ല അക്കൗണ്ടിന് നല്ല സമയമാണ്. ഇൻഷുറൻസ് ഏജൻറ്റിന് നല്ല സമയമാണ്. സ്വയം വളരാൻ വളരെ നല്ലതാണ്. മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ഹയർ സ്റ്റഡീസിന് യാത്ര പോകാൻ നല്ല വാരമാണ്. മെഡിക്കൽ ഫാർമസിയായി ബന്ധപ്പെടുന്ന കോഴ്സുകളിൽ ജോയിൻ ചെയ്തവർക്ക് അല്ലെങ്കിൽ പുത്തൻ ജോലികൾ കിട്ടാൻ നല്ലതാണ്. വിദേശ യാത്രയ്ക്ക് വളരെ അനുകൂലമാണ്. യാത്രയ്ക്ക് വളരെയധികം ശ്രമിക്കുക. പെട്ടെന്ന് യാത്രായോഗമുണ്ടാകും. അധ്യാപകർ, ബാങ്കിങ് സെക്ടേഴ്സ്, അതിനപ്പുറം ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ തന്നെ അവിചാരിതമായ ജോലിയും അനുഭവങ്ങളും വരും. അപ്രകാരം തന്നെ ഫിസിക്കൽ ട്രെയിനേഴ്സ്, ജിം ട്രെയിനേഴ്സ്, ഫിസിക്കൽ ട്രെയിനേഴ്സ്, ഫിസിയോതെറാപ്പിസ്റ്റ് ഇവർക്കൊക്കെ ഈ വാരം വളരെ അനുകൂലമാണ്. ഇവർക്ക് തങ്ങളുടെ പ്രകടനങ്ങൾ മെച്ചപ്പെടുത്തി പെട്ടെന്ന് ജോലി സമ്പാദിക്കുവാൻ, ഇൻ്റർവ്യൂവിൽ ശോഭിക്കുവാനൊക്കെ വളരെയധികം അനുകൂലം വരും.
ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾക്ക് വളരെ നല്ലതാണ്. പലപ്പോഴും കന്നിമാസത്തിൽ നാം വീട് കൂടാറില്ല, തുലാം മാസത്തിൽ വീട് കൂടാം. തുലാം മാസത്തിൽ ഗൃഹപ്രവേശനം നടത്താം. ഒരടങ്ങടി ഉപ്പിൻ്റെ അരി വയ്ക്കുവാനുള്ള യോഗമുണ്ട് 10-ൽ വ്യാഴം നിൽക്കുമ്പോൾ. പജൽ പ്രത്യഹം പ്രസ്ഥസാമുദ്രമനം. പല കാര്യങ്ങളിലും പിതൃക്കളെക്കാളും ശോഭിക്കാം എന്നൊരു ഫലമുണ്ട്. ഉദാഹരണമായി ധർമ്മദൈവ സങ്കേതങ്ങളിൽ അവിടെ എല്ലാ കാര്യങ്ങളും താൻ ചെയ്യുമ്പോൾ തൻ്റെ പൂർവികർ ചെയ്യാത്ത പല കാര്യങ്ങളും താൻ ഏറ്റെടുത്ത് നടത്താം. അത് തനിക്ക് വളരെയധികം പേരും പ്രശസ്തിയും ഉണ്ടാകും. ഒരു അധ്യാപകനായി യച്ഛമായി പ്രമോഷൻ ചെയ്യുന്ന വ്യക്തിക്ക് മറ്റ് അധ്യാപകരിൽ നിന്നും പ്രധാന അധ്യാപകരിൽ നിന്നും വിഭിന്നമായി ആ സ്കൂളിന് വേണ്ട ധാരാളം നല്ല കാര്യങ്ങൾക്ക് തീരുമാനിക്കാം. അപ്രകാരം ഫിനാൻഷ്യൽ കമ്പനികളിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക്, വലിയ വലിയ പദവികളിൽ ഇരിക്കുന്നവർക്ക് തന്നെ പുത്തൻ സംരംഭങ്ങൾ, പുത്തൻ പദ്ധതികൾ ആവിഷ്കരണം ചെയ്ത് തങ്ങളുടെ കമ്പനിയെ പ്രൊമോട്ട് ചെയ്യുവാനും അതുവഴി മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കുവാനും ഈ വാരം വളരെയധികം ഉപകാരപ്പെടും. വാഹനാപകടം ശ്രദ്ധിക്കണം. അസമയത്തുള്ള യാത്ര നല്ലതല്ല. നിർബന്ധമായും ശത്രുസംഹാര ഗുരുതി, പുഷ്പാഞ്ജലി ദേഹത്തിന് ദേഹമുട്ടി ചെയ്യണം. വെള്ളിയാഴ്ച ചെയ്താൽ അത്രയും നല്ലത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും, തുലാം രാശി പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.